ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സിയുടെ റിവിഷൻ ക്ലാസ് ആണ്. എൽ ഡി സിയുടെ റിവിഷൻ ക്ലാസ്സിലെ മലയാളത്തിൽ നിന്നുള്ള മാർക്ക് എങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിവിഷൻ ക്ലാസ് ആണ് നമ്മളിന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മലയാളം ഭാഗത്തിൽ നിന്ന് ഒരു മാക്സിമം ഒരു മുഴുവൻ മാർക്കും കുറഞ്ഞതൊരു 8 മാർക്കിലും കിട്ടത്തക്ക വിധത്തിലുള്ളൊരു റിവിഷൻ ക്ലാസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. മാക്സിമം നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് തിരുവനന്തപുരത്തിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് റിലേറ്റ് ചെയ്ത് നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കാം, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ അതേതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്, സന്തതി ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. സന്തതി ഇല്ലാത്തവനാണ് വരുന്നത് ഓപ്ഷൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? സന്തതി ഇല്ലാത്തവൻ എന്നാണ്. ഇത് നമ്മുടെ മലയാളത്തിലെ ടോപ്പിക്കിലെ സമാന പദം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് സമാന പദങ്ങൾ നോക്കി ഇപ്പോഴേ അങ്ങ് പഠിച്ചിട്ടങ്ങ് പോവാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും. അപ്പോൾ ഓരോന്ന് പഠിച്ചങ്ങ് പോവാം. അസ്തപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി നശിച്ചവൻ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അരയാൽ എന്നാണ് അർത്ഥം. പിന്നെ അരചൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവ് എന്നാണ് അർത്ഥം. അരവിന്ദം എന്താണ്? താമര. അരവിന്ദം താമര അറിയാലോ. അർദ്ധി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതെന്നാണ്. പിന്നെ അവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് എന്നാണ് പറയുന്നത്. പിന്നെ അക്ഷയം എന്ന് പറയുന്നത് കുറവില്ലാത്ത എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ അഷ്ടകലശം ചവിട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ ഉപായങ്ങളും ഒന്നിച്ച് പ്രയോഗിക്കുക. അഷ്ടകലശം ചവിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാ ഉപായങ്ങളും ഒന്നിച്ച് പ്രയോഗിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ആകുല എന്താണ്? നമ്മൾ ആകുലപ്പെടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ദുഃഖിത. ആമഗ്നൻ എന്ന് പറഞ്ഞാൽ മുഴുകിയവൻ എന്നർത്ഥം. മുഴുകിയവൻ എന്നർത്ഥം. പിന്നെ കളത്രം എന്താണ്? കളത്രം എന്ന് പറഞ്ഞാൽ പത്നി എന്നാണ്. കൃശമായ എന്നർത്ഥം മെലിഞ്ഞതാണ്. കമ്പിതം ഇളക്കം വിറയൽ എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ കൊട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിലാണ്. കുടിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പിന്നെ കഷ്ടി എന്ന് പറഞ്ഞാൽ കുറച്ചെന്നാണ് അർത്ഥം. കഷ്ടിച്ചെന്നൊക്കെ പറയത്തില്ലേ? അത് കുറച്ചെന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ കൊട്ടിൽ കുടിലാണ്, കഷ്ടി കുറച്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. കർണാകർണികയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് എന്നാണ് അടുത്തത്. കർണാകർണിയ ഓക്കെ അങ്ങനെയാണ് വരുന്നത്. ഗോചരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവാണ് ഗോചരം വരുന്നത്. പിന്നെ ഗോപാനം എന്ന് വരുന്നത് എന്താണ്? മറച്ചുവെക്കലാണ് വരുന്നത്. ചാരു ഭംഗിയാണ് വരുന്നത്. ചാരിതാർത്ഥ്യം എന്താണ്? സാഫല്യമാണ് ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാൽ പാമ്പാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ആണ്. ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. ആഢ്യോഹം എന്ന് പറഞ്ഞാൽ ഞാൻ ആഢ്യനാകുന്നു എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ ചക്ഷുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാണ് വരുന്നത്. അമേഡിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവർത്തിച്ചു പറയലാണ്. ചീരം എന്ന് പറയുന്നത് വളരെ എന്നാണ് അർത്ഥം. പിന്നെ ആലോല ചേതസ എന്ന് പറയുന്നത് ചഞ്ചല മനസ്സോടെ. ചിന്മുദ്ര എന്ന് പറയുന്നത് മനസ്സിൻ്റെ മുദ്ര എന്നാണ്. പിന്നെ ആസ്തയാൽ എന്ന് പറഞ്ഞാൽ ആഗ്രഹത്താലാണ് വരുന്നത്. ആസ്തയാൽ ആഗ്രഹത്താൽ. ചക്രം എന്ന് പറയുന്നത് എന്താണ്? പണത്തെ നമ്മൾ ചക്രം എന്നൊക്കെ പറയത്തില്ലേ? അതാണ്. പിന്നെ ആപ്തൻ എന്ന് പറയുന്നത് വിശ്വസ്തനാണ്. ആപ്തൻ വിശ്വസ്തനാണ്. ആപ്തനായിട്ടുള്ളൊരു വ്യക്തി എന്നൊക്കെ പറയത്തില്ലേ? ആപ്തൻ വിശ്വസ്തനാണ്. പിന്നെ ചകലാസ് എന്ന് പറയുന്നത് ചകലാസ് എന്ന് പറയുന്നത് കമ്പിളിപ്പുതപ്പാണ്. പിന്നെ ആത്മാലാപം എന്ന് പറയുന്നത് സ്വയം സംസാരം എന്നാണ്. ചുഴുക ചുറ്റും കാണപ്പെടുക എന്നർത്ഥം വരുന്നത്. ആക്രോശം എന്താണ്? ആക്രോശിക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ പറയുക എന്നാണ്. പിന്നെ ഡംഫം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. ഡംഫം. പിന്നെ ആശുകം എന്ന് പറയുന്നത് അമ്പ്, വായു, പക്ഷി എന്നാണ്. പിന്നെ തവ എന്താണ്? തവ എന്ന് പറഞ്ഞാൽ നിന്റെ എന്നാണ് അർത്ഥം. പിന്നെ ഈണ്ടൽ എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. ഈണ്ടൽ ദുഃഖമാണ്. ധനി എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നാണ് അർത്ഥം വരുന്നത്. ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. താന്തർ ക്ഷീണിതർ എന്നാണ് അർത്ഥം വരുന്നത്. ഈശൻ മാത്രം എന്ന് പറഞ്ഞാൽ അല്പം മാത്രം എന്നാണ്. തദാത്മ്യം എന്ന് പറഞ്ഞാൽ ഐക്യമാണ്. ഉത്കടം എന്ന് പറഞ്ഞാൽ ശക്തമാണ്. തിടമ്പ് എന്ന് പറഞ്ഞാൽ ബിംബമാണ്. ഉത്ഘോഷിച്ച എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ച എന്നാണ് അർത്ഥം വരുന്നത്. തിക്തകം എന്ന് പറയുന്നത് വേപ്പ്, കയ്പുള്ള മരുന്ന് എന്നിവയാണ്. പിന്നെ ഉത്കർഷം എന്ന് പറയുന്നത് എന്താണ്? ഉയർച്ച എന്നാണ്. ഉത്കർഷം ഉയർച്ചയാണ്. തൂമ എന്ന് പറയുന്നത് ഭംഗി, വെണ്മ, പ്രകാശമാണ് തൂമ വരുന്നത് കേട്ടോ. പിന്നെ ഉണ്മ എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ്. ഉണ്മ പറയുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? സത്യമാണ് വരുന്നത്. പിന്നെ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ ഏകത്ര എന്ന് പറഞ്ഞാൽ ഒരിടത്ത് എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ ആദിത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദിത്യൻ എന്ന് പറഞ്ഞാൽ രണ്ടാമനല്ലാത്തവൻ എന്ന്, അതായത് ഏറ്റവും ശ്രേഷ്ഠനായിട്ട് എന്നൊക്കെ പറയുന്നതാണ് ആദിത്യൻ. കേട്ടിട്ടുള്ളേ? ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കണം. പിന്നെ ഓതം എന്ന് പറയുന്നത് ഈർപ്പം നനവാണ്. ഓതം എന്ന് പറഞ്ഞാൽ ഈർപ്പം നനവാണ് വരുന്നത്. പിന്നെ അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒന്ന് എന്ന അവസ്ഥയാണ് അദ്വൈതം എന്ന് പറഞ്ഞത് കേട്ടോ. ഒന്ന് എന്ന അവസ്ഥ കേട്ടോ. പിന്നെ കജ്ജളം എന്ന് പറഞ്ഞാൽ ചെളി,
കാഷ്ടം എന്ന് പറഞ്ഞാൽ തടിക്കഷ്ണം കേട്ടോ, കാഷ്ടം എന്ന് പറഞ്ഞാൽ തടിക്കഷ്ണം. കാസം എന്ന് പറഞ്ഞാൽ ചുമയാണ്, കാസം ചുമയാണ്. പിന്നെ അൻപ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്നേഹം ദയാണ്, അൻപ്. നമ്മൾ തമിഴ് കേട്ടില്ല അൻപ് എന്ന്. പിന്നെ അനുശാസനം, അനുശാസനം എന്ന് പറഞ്ഞാൽ കൽപ്പന എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഉള്ളൂ, നമുക്ക് നോക്കാം. അനർഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അനർഹം വിലമതിക്കാനാവാത്ത എന്നാണ്. ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. അനർഹം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാകാത്ത എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ നിർവൃതി എന്ന് പറഞ്ഞാൽ പരിഹാരം എന്നാണ്. നിവൃത്തി എന്ന് പറഞ്ഞാൽ പരിഹാരമാണ്. പിന്നെ അക്ഷന്തവ്യമായ, ഇതും പ്രീവിയസ് ആണ്. അക്ഷന്തവ്യമായ എന്ന് പറയുന്നത് എന്താണ്? ക്ഷമിക്കാത്തക്കാൽ അല്ലാത്ത എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ പരർ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർ എന്നാണ്. പരർ മറ്റുള്ളവർ എന്നാണ്. പിന്നെ അഖിലം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം. അഖിലം എന്ന് പറയുമ്പോൾ എല്ലാം എന്നാണ് അർത്ഥം വരുന്നത്. പാര് എന്ന് പറയുന്നത് ഭൂമിയുടെ മറ്റൊരു പേരാണ് പാര് കേട്ടോ, പാര് സമാനപദമാണ്. അചുംബിതം, ആ ചുംബിതം എന്ന് പറയുന്നത് എന്താണ്? പുതിയ എന്നാണ് അർത്ഥം വരുന്നത്. പാരം എന്ന് പറഞ്ഞാൽ ഏറ്റം എന്നാണ്. പാരം ഏറ്റം, പാര് ഭൂമി, തിരിഞ്ഞു പോലെ പാര് ഭൂമി എന്നാണ്, പാരം ഏറ്റം എന്നാണ്. പിന്നെ അജൻ എന്ന് പറയുന്നത് ഈശ്വരനാണ്, അജൻ ഈശ്വരനാണ്. പിന്നെ പരിഗ്രന്ഥം എന്ന് പറയുന്നത് എന്താണ്? പരിഗ്രന്ഥം വിഴുങ്ങപ്പെട്ടത് എന്നാണ് പറയുന്നത്. പിന്നെ അമല എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയാണ്, പരിശുദ്ധ. പരിശുദ്ധയുടെ മറ്റൊരു പേരാണ് അമല. അമല എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ. പരിണാമി എന്ന് പറയുന്നതിന് എന്താണ് പറയുന്നത്? നാശമുള്ളതെന്നാണ്. പരിണാമിയുടെ അർത്ഥം സമാനപദം ഏതാണ്? നാശം ഉള്ളത്. അഫങ്കനം എന്ന് പറഞ്ഞാൽ നശിക്കാത്ത എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ പാടലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇളം ചുമപ്പ് എന്നാണ്. പാടലം എന്ന് പറഞ്ഞാൽ ഇളം ചുമപ്പാണ്. പിന്നെ അഭൂതപൂർവം എന്ന് പറയുമ്പോൾ മുൻപുണ്ടായിട്ടില്ലാത്തത്, പ്രീവിയസ് ആണ്. അഭൂതപൂർവം എന്താണ്? മുൻപ് ഉണ്ടായിട്ടില്ലാത്തത് കേട്ടോ. പിന്നെ പരിപാടലം എന്ന് പറഞ്ഞാൽ ആകെ ചുവപ്പായത്. അഹി എന്ന് പറഞ്ഞാൽ സർപ്പമാണ്, അഹി സർപ്പമാണ്. പിന്നെ പരിസ്ഫൂരൽ എന്ന് പറഞ്ഞാൽ ഉദിച്ചുയരുന്നതാണ്, പരിസ്ഫൂരൽ ഉദിച്ചുയരുന്നതാണ്. പിന്നെ അഹം ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവമാണ്, അതറിയാലോ, അഹം ബുദ്ധി ഞാൻ എന്ന ഭാവമാണ്. പിന്നെ പര്യാടകൻ എന്ന് പറയുന്നത് യാത്രികനാണ്. പര്യാടകൻ ആരാണ്? യാത്രികനാണ്. പിന്നെ അധ്രുവം എന്ന് പറയുന്നത് സ്ഥിരമല്ലാത്ത. പടു പ്രീവിയസ് ആണ്. പടു എന്ന് പറഞ്ഞാൽ എന്താണ്? സമർത്ഥനാണ് കേട്ടോ, പടു സമർത്ഥനാണ്. പടു എന്ന് പറഞ്ഞാൽ സമർത്ഥനാണ്. പിന്നെ അനുസൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശം വരുന്നത്. അനുസൃതം, അനുസരിച്ച്. പാന്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിപോക്കർ എന്നാണ്. ഇതാണ് പാന്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിപോക്കർ. അനുസൃതം എന്ന് പറഞ്ഞാൽ അനുസരിച്ചാണ്, നമ്മൾ പഠിച്ചല്ലോ. അനുസൂതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടവിടാതെ എന്നാണ്. പിന്നെ പാതിഥ്യം എന്ന് പറഞ്ഞാൽ ഫൃഷ്ട് എന്നാണ്. പാതിഥ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഫൃഷ്ട് എന്നാണ്. പിന്നെ അനുവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരണമായത് എന്നാണ്. അനുസരണം ആയത്. പിന്നെ പാതേയം എന്താണ്? പാതേയം എന്നൊക്കെ പാട്ടില്ലേ, അപ്പോൾ പാതേയം എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിച്ചോറ് എന്നാണ് അർത്ഥം. പാതേയം എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിച്ചോറ്. പാതേയം വഴിച്ചോറ് കേട്ടോ. പിന്നെ അണിയം എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്നാണ് അർത്ഥം. അണിയം മുന്നിൽ നിന്നാണ് അർത്ഥം. പിശുനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിശുനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷണിക്കാരനാണ്. ഏഷണിക്കാരനെ പറയുന്ന പേരാണ് പിശുനൻ. അനിത്ര എന്ന് പറയുന്നത് മറ്റൊരിടത്തു നിന്നാണ് അർത്ഥം. പിന്നെ പീയൂഷം എന്ന് പറയുമ്പോൾ എന്താണ്? അമൃത് എന്നാണ്. പീയൂഷം അമൃത് എന്നാണ്. പിന്നെ അഫങ്കുരം എന്ന് പറയുന്നത് നാശമില്ലാത്ത എന്നാണ് അർത്ഥം വരുന്നത്. അഫങ്കുരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്ത എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ പൂമാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. പിന്നെ അസംഗതം എന്ന് പറഞ്ഞാൽ ചേർച്ചയില്ലാത്തത്. പുരുസൗധം എന്ന് പറഞ്ഞാൽ വലിയ മാളിക. പുരുസൗധം വലിയ മാളിക. തൃഷ്ണ എന്ന് പറഞ്ഞാൽ തീവ്രമായ ആഗ്രഹം. നമ്മൾ തീഷ്ണമായിട്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കും എന്നൊക്കെ കേട്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ തൃഷ്ണ എന്ന് പറയുമ്പോൾ തീവ്രമായ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. പിന്നെ പോള എന്ന് പറയുമ്പോൾ കുമിള. നമ്മുടെ കേരളത്തിൽ തന്നെ ചിലയിടത്ത് കുമിളെ പോള എന്നല്ലേ പറയുന്നത്, പോള. അപ്പോൾ പോളയുടെ സമാനപദമാണ് കുമിള. പിന്നെ ദർദുരം എന്ന് പറയുന്നത് തവളയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദർദുരം എന്ന് പറഞ്ഞാൽ തവളയാണ്. പിന്നെ പ്രാരാബ്ധം എന്ന് പറയുമ്പോൾ അറിയാലോ, ബുദ്ധിമുട്ട്. ഫിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യമാണ്. പിന്നെ പ്രാദുർഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാദുർഭവിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാകുക എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. പിന്നെ ദീർഘകായൻ എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ ശരീരമുള്ളവൻ. ദീർഘകായൻ എന്താണ്? ഉയരം കൂടിയ ശരീരമുള്ളവൻ. പിന്നെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ദിവസം തോറും. പ്രധനം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി നേടുന്നതാണ് അർത്ഥം വരുന്നത്. പിന്നെ ഏതാണ്? ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഉദാഹരണമാണ്. ഉദാഹരണം. പ്രലപ്നം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത വാക്ക്, വിലാപം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. പിന്നെ ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രവ്യം സമ്പത്ത് എന്നാണ്. പിന്നെ ബുദ്ധജനം എന്ന് പറഞ്ഞാൽ അറിവുള്ളവനാണ്. ബുദ്ധജനം എന്ന് പറഞ്ഞാൽ അറിവുള്ളവനാണ്. പിന്നെ ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടെന്ന ഭാവം. ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ, രണ്ടെന്ന ഭാവമാണ് ദ്വൈതം എന്ന് വരുന്നത്. പിന്നെ
ഫവൽപാദം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ സന്നിധി എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ ദാടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാടി പ്രൗഢി എന്നാണ്. ദാടി എന്ന് പറഞ്ഞാൽ പ്രൗഢി എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ ഭുവന വിദിതം എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തം എന്നാണ് അർത്ഥം വരുന്നത്. ധീരപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ധൈര്യവും അറിവും ഉള്ളവനാണ് ധീരപ്രജ്ഞൻ വരുന്നത്. പിന്നെ ഭോഗം സുഖം. ഫോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിയില്ലാത്തവർ. ദൃശ്യം എന്ന് പറഞ്ഞാൽ നല്ല പോലെ. ഭവ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? പൂജ്യത എന്നാണ്. ഭവ്യതയുടെ സമാനപദം എന്താണ്? പൂജ്യത. പിന്നെ മധുപൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ടാണ്. മധുപൻ വണ്ടാണ് കേട്ടോ. പിന്നെ മന്നിൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ എന്നാണ് അർത്ഥം. മന്നിൻ ഭൂമിയുടെ. പിന്നെ മഹാസഞ്ചയം എന്ന് പറഞ്ഞാൽ എന്താണ്? 12 സൂര്യന്മാരാണ്. മഹാസഞ്ചയം 12 സൂര്യന്മാരാണ്. പിന്നെ ധ്വജം എന്ന് പറഞ്ഞാൽ കൊടിമരം എന്നാണ് അർത്ഥം. ധ്വജം കൊടിമരമാണ്. പിന്നെ നിർനിമിഷൻ എന്ന് പറഞ്ഞാൽ കണ്ണു ചിമ്മാത്തവനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർനിമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണു ചിമ്മാത്തവനാണ് അർത്ഥം വരുന്നത്. പിന്നെ നിരപേക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്രയിക്കാത്ത എന്നാണ്. പിന്നെ നിർഫംഗനം എന്ന് പറഞ്ഞാൽ നിർഫത്സനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശകാരം. നിസ്സംഗത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനോടും ചേരാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ സമാനപദങ്ങൾ നോക്കി. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ളതാണ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നതിൽ ശരിയായ പദം. താഴെ പറയുന്നത് ശരിയായ പദം ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ശരിയായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കവയിത്രി അല്ലേ? കവയിത്രി. ഓപ്ഷൻ ഡി കവയിത്രിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? പദശുദ്ധിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഏതൊരു എക്സാമിനും പദശുദ്ധി സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് പദശുദ്ധി. അപ്പോൾ പദശുദ്ധികൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് തന്നെ അങ്ങ് പോവാം. അതായത് ഇതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട് റാങ്ക് ഫെയിലിൽ തന്നെ. ഉദ്യോഗാർത്ഥികൾ സാധാരണയായി തെറ്റുവരുത്താറുള്ള ചില പദങ്ങളാണ് താഴെ ചേർക്കുന്നത്. അവയുടെ ശരിയായ രൂപം ചൂടെ കൊടുക്കുന്നത്. അപ്പോൾ ശരിയായ രൂപം നിങ്ങൾ നോക്കിക്കോ. അതതെന്ന് എഴുതുന്നത് കണ്ടോ? അതത് കണ്ടോ? അതുപോലെ തന്നെ അടിയന്തിരം സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. അടിയന്തിരം കണ്ടോ? അടിയന്തിരം. അനുഷ്ഠിക്കുക നോക്കുക. അനുഷ്ഠിക്കുക. പിന്നെ അവസ്ഥ കണ്ടോ? അവസ്ഥ എന്ന് എഴുതുന്ന അറിയാലോ. അധപ്പതനം അറിയാലോ. അന്തശ്ചിദ്രം അറിയാലോ. അന്തശ്ചിദ്രം നമുക്ക് പെട്ടെന്നുള്ള, അതായത് PSC ചോദിക്കുന്നത് മാത്രം നോക്കി പോവാം. എണ്ണച്ചായം കണ്ടോ? ഇങ്ങനെയല്ല എണ്ണച്ചായം എന്ന് എഴുതുന്നത്. എണ്ണച്ചായം കണ്ടോ? പിന്നെ നമ്മൾ അടുത്തത് അടിമത്തം സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. നോക്കി വെച്ചോ, പഠിച്ചോ. ഫസ്റ്റ് ഒരു അടി എഴുതുക. അടിമത്തം കേട്ടോ. അടിമത്തം കണ്ടോ? അടിമത്തം അതാണ് ശരിയായ പദം കേട്ടോ. പിന്നെ അസ്ഥിവാരം കണ്ടോ? അസ്ഥിവാരം കണ്ടോ? അസ്ഥിവാരം. പിന്നെ അതിഥിയൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. അതിഥി കണ്ടോ? പിന്നെ അധംകൃതം കണ്ടോ? അധംകൃതനും ഇങ്ങനെയാണ് എഴുതുന്നത്. പിന്നെ ആവൃത്തി PSC ചോദിക്കുന്നതാണ്. ആവൃത്തി കണ്ടോ? ആച്ഛാദനം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആച്ഛാദനം. പിന്നെ ആചാനുബാഹു. ആഡംബരമൊക്കെ എഴുതി നോക്കിക്കോണേ. ആഡംബരം കേട്ടോ. ആഡംബരം. പിന്നെ ഇതിനകത്ത് ഏതാ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നത് നോക്കട്ടെ. ഉത്പ്രേഷ എന്നുണ്ടോ? ഉത്പ്രേഷ നോക്കി വെച്ചോ. ഉത്പതിഷ്ണു സ്ഥിരമായിട്ട് പ്രീവിയസ് ആണ്. ഉത്പതിഷ്ണുടെ നോക്കണേ. ഉത്പതിഷ്ണു കേട്ടോ. ഉത്പതിഷ്ണു. പിന്നെ ഉച്ഛിഷ്ടമൊക്കെ വളരെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. റിപ്പീറ്റ് അടിക്കാം. ഉച്ഛിഷ്ടം കണ്ടോ? ഉച്ഛിഷ്ടത്തിൻ്റെ സ്പെല്ലിംഗ് നോക്കണേ. ഉച്ഛിഷ്ടം കണ്ടോ? പിന്നെ ഉജ്ജ്വലം നോക്കി വെച്ചോ. ഉജ്ജ്വലം കണ്ടോ? പിന്നെ ഉദ്ഘാടനം സ്പെല്ലിംഗ് നോക്കി വെച്ചോണേ. പിന്നെ നമ്മൾ ഏതാണ്? പിന്നെ അടുത്ത് വരുന്ന അനന്തരവൻ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. അനന്തരവൻ കണ്ടോ? പിന്നെ ഏതാണ്? അനുഗ്രഹീതൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അനുഗ്രഹീതൻ കണ്ടോ? പിന്നെ ഏതാണ് ഇതിനകത്ത്? അസ്തമയം കണ്ടോ? അസ്തമയം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അസ്തമയം. പിന്നെ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട, ഇതൊക്കെ നോക്കിയിട്ട് വേണം. അനുഗ്രഹിക്കപ്പെട്ട. പിന്നെ അനാവശ്യം, അനുഗ്രഹം. അഭ്യസ്തവിദ്യനും പ്രീവിയസ് ആണ്. അഭ്യസ്തവിദ്യൻ കണ്ടോ? അഭ്യസ്തവിദ്യൻ. പിന്നെ അരിഷ്ടം, അസ്വസ്ഥ്യം കണ്ടോ? അസ്വസ്ഥ്യം നോക്കണം. പിന്നെ നിങ്ങൾ ഞാൻ പറയുന്നത് നോക്കി അങ്ങ് പോയാൽ മതി. പിന്നെ ആദ്യാക്ഷരം എന്നെങ്ങനെ എഴുതുന്നത്? ക്ഷരം കണ്ടോ? പിന്നെ ആധുനികം. പിന്നെ ആതിഥേയൻ ആധ്യാത്മികം കണ്ടോ? ആധ്യാത്മികം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആവർത്തിക്കുക. പിന്നെ നമ്മൾ എഴുതാണ് ഉദ്ഘാടനം നമ്മൾ നോക്കിയാണ്. ഉത്കണ്ഠ കണ്ടോ? ഉത്കണ്ഠ. പിന്നെ ഐക്യരൂപ്യം, ഐച്ഛികം നോക്കി വെച്ചോ. സ്ഥിരമായിട്ട് പ്രീവിയസ് ആണ്. ഐച്ഛികം. ചായ ഉണ്ട്, താഴെ ഒരു ചായ ഉണ്ട് കേട്ടോ. ഐച്ഛികം കണ്ടോ? ഐച്ഛികം. ഐഹികം. ഐക്കമത്യം കണ്ടോ? ഒഴികഴിവ് അത്ര ഐക്യമത്യം. പിന്നെ ആധുനീകരണം കണ്ടോ? പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. ചെമപ്പ്. ഇനി ഏതാ PSC ചോദിച്ചിട്ട്? നിഘണ്ടു കണ്ടോ? നിഘണ്ടു നോക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രമാണ് പറയുന്നത്. നിഘണ്ടു പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെ 90% കൂടുതലുള്ളതാണ്. നിഘണ്ടു. പിന്നെ നമുക്ക് നോക്കാം. ന്യൂനത എഴുതുന്ന അറിയാലോ. ന്യൂനത. പിന്നെ
പശ്ചാത്താപം. പശ്ചാത്താപം സ്ഥിരമായിട്ട് വയ്ക്കുന്നതാണ് പശ്ചാത്താപം. പശ്ചാത്താപം കണ്ടോ, പശ്ചാത്താപം. പിന്നെ പക്ഷപാതം. പിന്നെ ജീവച്ഛവം, ജ്യോത്സ്യൻ കണ്ടോ, ജ്യോത്സ്യൻ, ജ്യോതിഷം, ജ്യേഷ്ഠൻ കണ്ടോ, ജ്യേഷ്ഠൻ, ജനയിത്രി കണ്ടോ, ജനയിത്രി. പിന്നെ ഏതാ വരുന്നത്, കനിഷ്ഠൻ, കവയിത്രി. നമ്മൾ സ്ഥിരമായിട്ട് കഴിഞ്ഞ വട്ടം ചോദിച്ചാൽ ഇനി റിപ്പീറ്റ് അടിക്കത്തില്ല, ചിലപ്പോൾ റിപ്പീറ്റ്. കവയിത്രി കണ്ടോ, കവയിത്രി അറിയാമല്ലോ, നമ്മൾ ആദ്യം നോക്കിയതാണ്. പിന്നെ ഏതാണ്, കൈയെഴുത്ത് കണ്ടോ, കൈയെഴുത്ത് കണ്ടോ, കൈയെഴുത്ത് നോക്കണം. പിന്നെ കുണ്ഠിതം. പിന്നെ ഏതാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ, തർജ്ജമ കണ്ടോ, തർജ്ജമ 2 ജാ വരുന്നുണ്ട്, തർജ്ജമ കണ്ടോ. പിന്നെ ദരിദ്രൻ, തുച്ഛം. പിന്നെ എന്താണ്, പ്രസ്താവന കണ്ടോ, പ്രസ്താവന, പ്രതിഷ്ഠ, പ്രസ്ഥാനം, പ്രദക്ഷിണം കണ്ടോ, പ്രദക്ഷിണം കണ്ടോ. പിന്നെ ദൈവീകം. പിന്നെ എന്താണ്, സാമ്പത്തികം, അത് നോക്കണ്ട. പ്രായശ്ചിത്തം സ്ഥിരമായിട്ട് വയ്ക്കുന്നതാണ്, പ്രായശ്ചിത്തം കണ്ടോ, പ്രായശ്ചിത്തം. മുന്നാക്കം കണ്ടോ, മുന്നാക്കം. പിന്നെ ഏതാണ്, അത് നോക്കണ്ട. രക്ഷകർത്താവ് കണ്ടോ, രക്ഷകർത്താവ് നോക്കി വെച്ചോണേ, രക്ഷകർത്താവ്. ലജ്ജ, മനഃപൂർവം കണ്ടോ, മനഃപൂർവം നോക്കി വെച്ചോണേ, മനഃപൂർവം. പിന്നെ ഏതാണ്, ലുംധൻ വരും, ലുംധൻ. വിദ്യുത് ശക്തി, വൈദ്യുതിയുടെ മറ്റൊരു പേരാണല്ലോ നമുക്കറിയാം, വിദ്യുത് ശക്തി കണ്ടോ, വിദ്യുത് ശക്തി നോക്കി വെച്ചാൽ വിദ്യുത് ശക്തി കേട്ടോ. പിന്നെ സഞ്ജയന്, സഞ്ജീവനി. വിദഗ്ധൻ. പിന്നെന്താണ്, സർവകലാശാല. സർവജ്ഞപീഠം. സാമ്രാട്ട് സ്ഥിരമായിട്ട് വയ്ക്കുന്നതാണ്, സമ്രാട്ട് കണ്ടോ, സാമ്രാജ്യം കണ്ടോ, സാമ്രാജ്യം. പിന്നെ ഏതാണ്, മനകാടിന് മനഃശക്തി, മനഃശുദ്ധി, ഇതൊക്കെ കോമൺ ആയിട്ടുള്ളത് നമുക്കറിയാം. മഞ്ചരി. ശരചന്ദ്രൻ കണ്ടോ, ശരചന്ദ്രൻ. ശിശിരം. ശിപാർശ എന്നാണ്, ശുപാർശ എന്നല്ല, ശിപാർശ എന്നാണ്, ശിപാർശ കേട്ടോ. പിന്നെ ശുശ്രൂഷ. പിന്നെ സ്രഷ്ടാവ് കേട്ടോ, സ്രഷ്ടാവ്. ഹാർദം കണ്ടോ, ഹാർദം. പിന്നെ വിദ്യാർത്ഥി, വിമ്മിട്ടം, വിഡ്ഢിത്തം, മുതലാളിത്തം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. നമുക്കിനി പ്രീവിയസ് നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ശരിയായ പദം ഇതിനകത്ത് ഏതാണ്, നിഘണ്ടു എന്നുള്ള പദത്തിൻ്റെ ശരിയായ പദം ഏതാണ്, ആൻസർ ഏതാണ്, ഇതല്ലേ, ഓപ്ഷൻ എ അല്ലേ ആൻസർ, നിഘണ്ടു. അടുത്തത് നോക്കാം, ശരിയായ പദം ഏതാണ്, ജ്യോതിഷത്തിൻ്റെ ശരിയായ പദം ഏതാണ്, ഇതല്ലേ, ഓപ്ഷൻ സി ആണ്, ജ്യോതിഷം എന്നാണ്, ജ്യോ ഉണ്ട് കേട്ടോ, ജ്യോതിഷം. പിന്നെ ഏറ്റവും ശരിയായ പദം തിരഞ്ഞെടുക്കുക, യാദൃച്ഛികം എന്ന് അങ്ങനെയാണ് എഴുതുന്നത്, ഓപ്ഷൻ എ അല്ലേ ആൻസർ, യാദൃച്ഛികം. നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ, യാദൃച്ഛികം. പിന്നെ ഏറ്റവും ശരിയായ പദം തിരഞ്ഞെടുക്കുക, അടിമത്തം എന്ന് എങ്ങനെയാണ് എഴുതുന്നത്, ഓപ്ഷൻ സി അല്ലേ, അടിമത്തം നമ്മൾ നോക്കിയാണ്, അടിമത്തം. പിന്നെ ശരിയായ രൂപം ഏത്, യാദൃച്ഛികമാണ്, ഇതിനകത്ത് യാദൃച്ഛികം കണ്ടോ, യാദൃച്ഛികം. ഏറ്റവും ശരിയായ പദം ഏതെന്നാണ്, വിദഗ്ധൻ്റെയാണ്, ഓപ്ഷൻ സി അല്ലേ വരുന്നത്, വിദഗ്ധൻ. ഈ ദായാണ് നോക്കി വെച്ചാണ്, വിദഗ്ധൻ. പിന്നെ ഏറ്റവും ശരിയായ പദം ഏതെന്നാണ് വെച്ചിരിക്കുന്നത്, ഏറ്റവും ശരിയായ പദം ഏതാണ്, പീഡനത്തിൻ്റെയാണ്, ഏതാണ്, ഓപ്ഷൻ ഡി അല്ലേ, പീഡനം. പിന്നെ ഏതാണ്, നമുക്കിവിടെ നോക്കാം, ശരിയായ രൂപം ഏത്, ഓപ്ഷൻ എ ആണ്, പാടകം എന്നാണ്. പിന്നെ ശരിയായ രൂപം ഏത്, ഇതിനകത്താണ്, പരിണിത ഫലം എന്നാണ്, പരിണിത അല്ല, പരിണിതി ഫലം. പിന്നെ ശരിയായ പദം തിരഞ്ഞെടുക്കുക, ഉദ്ഘാടനത്തിൻ്റെയാണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഉദ്ഘാടനം. പിന്നെ ശരിയായ പദം ആഘാതത്തിൻ്റെയാണ്, അതിൻ്റെ വരുന്നത് ആഘാതം എന്നാണ്, ആഘാതം കേട്ടോ. പിന്നെ ശരിയായ പദം തിരഞ്ഞെടുക്കുക, സൃഷ്ടാവിൻ്റെയാണ്, പിന്നെ ഏതാണ്, സ്രഷ്ടാവ്. നമ്മൾ നോക്കിയാണ്, സ്രഷ്ടാവ്. പിന്നെ താഴെ പറയുന്നതിൽ ശരിയായ രൂപം എന്നാണ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, ഹാർദമാണ്. ഹാർദം ഇങ്ങനെയാണ് എഴുതുന്നത്, ഹാർദം കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം എന്ന് എഴുതുക, അതിന് ആൻസർ ഓപ്ഷൻ എ, അംഗവൈകല്യം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പോകണം ശരിയായ പദങ്ങളൊക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സല്ലിംഗ ബഹുവചനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് സല്ലിംഗ ബഹുവചനമായിട്ട് വരുന്നത്, ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, പുരുഷന്മാരാണ് വരുന്നത്. അപ്പോൾ സല്ലിംഗ ബഹുവചനമൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, സല്ലിംഗ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വസ്തു ഒന്നോ അതിലധികമോ
അതിലധികമോ എന്ന് കാണിക്കുന്നതിനായി നാമത്തിൽ വരുത്തുന്ന രൂപമാണ് വചനം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ബഹുവചനത്തിൽ 3 വിഭാഗങ്ങളുണ്ട്. സല്ലിംഗ ബഹുവചനമുണ്ട്, അല്ലിംഗ ബഹുവചനമുണ്ട് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോണേ. പിന്നെ ഏകവചന ബഹുവചനമുണ്ട്. ഏകവചനം ബഹുവചനം എന്ന് പറയുമ്പോൾ എന്താണ്? ഏകവചനം പുസ്തകം, പുരുഷൻ, സ്ത്രീ, അമ്മ, മരം, മനുഷ്യൻ, പുസ്തകങ്ങൾ, പുരുഷന്മാർ, സ്ത്രീകൾ, അമ്മമാർ, മരങ്ങൾ, മനുഷ്യന്മാർ കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ വരുമ്പോൾ സല്ലിംഗ ബഹുവചനം. സല്ലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ എന്താണ്? പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസക ലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കുന്നതാണ് സല്ലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ: ആൺകുട്ടികൾ, പെൺകുട്ടികൾ, പൂങ്കോഴികൾ, ഭാര്യമാർ, നദികൾ, മലകൾ, പിടിയാനകൾ, ഗായികമാർ കേട്ടോ. പിന്നെ അല്ലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്ന് അവയ്ക്ക് പൊതുവെ ബഹുത്വം കാണിക്കുന്നതാണ് അല്ലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അല്ലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്തത് കേട്ടോ. അല്ലിംഗം, ലിംഗമല്ലാത്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലിംഗം ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്ത ബഹുവചനങ്ങളാണ് അല്ലിംഗ ബഹുവചനം എന്ന്. ഉദാഹരണങ്ങൾ ഏതാണ്? കുട്ടികൾ, അധ്യാപകർ, മൃഗങ്ങൾ, മക്കൾ, ജന്തുക്കൾ, ജനങ്ങൾ കേട്ടോ. ജന്തുക്കൾ, ജനങ്ങൾ, മടിയർ, അതുപോലെ തന്നെ പക്ഷികൾ, നർത്തകർ. പിന്നെ പൂജക ബഹുവചനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബഹുമാനം, നമ്മൾ പൂജിക്കുക എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബഹുമാനം, ആദരവ് സൂചിപ്പിക്കുന്നതിനായി ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയങ്ങളായ ആർ, കൾ, മാർ തുടങ്ങിയവയിൽ ഏതെങ്കിലും ചേർക്കുന്നതാണ് പൂജക ബഹുവചനം. നമ്മൾ പൂജിക്കുക എന്നൊരു ആദരവ് കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തിരുവടികൾ, നിങ്ങൾ, താങ്കൾ, സ്വാമികൾ, ബ്രാഹ്മണർ, ശാസ്ത്രികൾ, ഭീഷ്മർ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? പിന്നെ എന്നൊരു റാങ്ക് ഫെയിൽ കടന്ന മലയാളത്തിലെ ഏകവചന പ്രത്യയമേന്നാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല എന്നല്ല. പിന്നെ നമ്മൾ വേറെ റാങ്ക് ഫെയിൽ കിടക്കുന്നതാണ് വചനം എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. വചനം ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്. ബഹുവചനം ഏതൊക്കെയാണുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. പൂജക ബഹുവചനം, അല്ലിംഗ ബഹുവചനം, സല്ലിംഗ ബഹുവചനം. അപ്പോൾ ഏകവചനത്തിന് ഉദാഹരണം ഒന്നിനെ കുറിക്കുന്ന ശബ്ദരൂപമാണ് ഏകവചനം എന്ന് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒന്നിനെ കുറിക്കുന്ന ശബ്ദരൂപമാണ് ഏകവചനം എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഏകവചനം. പക്ഷി, കുതിര, കടൽ, നക്ഷത്രം എന്ന് പറയുമ്പോൾ ഒന്നല്ലേ. പക്ഷി എന്ന് പറയുമ്പോൾ ഒരു പക്ഷി എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷികൾ എന്നല്ലല്ലോ പറയുന്നത്, പക്ഷി. അപ്പോൾ അത് ഏകവചനത്തെയാണ്. പിന്നെ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുത്വത്തെ കുറിക്കുന്നതാണ് ബഹുവചനം എന്ന് പറഞ്ഞാൽ. ഒരു നാമം ഒന്നിലധികമാണെന്ന് കുറിക്കാൻ പ്രത്യേക പ്രത്യയങ്ങളുണ്ട്. ഏകവചനത്തിൽ പ്രത്യയം ചേർന്നതാണ് ബഹുവചനം ഉണ്ടാകുന്നത്. ബഹുവചനത്തിൻ്റെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? ആറ്, മാറ്, കള്ളൊക്കെ ചേർന്നതാണ്. അപ്പോൾ ഉദാഹരണം എന്ന് പറയുമ്പോൾ ഏതാണ്? ബഹുവചനത്തിൻ്റെ അധ്യാപകർ, ബാലികമാർ, കുട്ടികൾ എന്നാണ്. ബഹുവചനത്തെയാണ് നമ്മൾ 3ആയിട്ട് തരംതിരിച്ചത്. കുറച്ച് മുമ്പ് പറഞ്ഞാണ് സല്ലിംഗ ബഹുവചനം, അല്ലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സല്ലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഇവയിൽ ഏതിൻ്റെങ്കിലും ബഹുത്വത്തെ കാണിക്കുന്നു. മാറ്, കള്ളൊക്കെ വരുന്നതാണ് സല്ലിംഗ ബഹുവചനം. സല്ലിംഗ ബഹുവചനത്തെ 3ആയിട്ട് തരംതിരിക്കുന്നു. പുല്ലിംഗ ബഹുവചനമെന്നും സ്ത്രീലിംഗ ബഹുവചനമെന്നും നപുംസക ബഹുവചനമെന്നും പറയുന്നു. പുല്ലിംഗ ബഹുവചനത്തിലാണ് സുന്ദരന്മാർ അങ്ങനെ ആണുങ്ങൾ ആയിട്ട് വരുന്നത് കേട്ടോ. പുല്ലിംഗമാണ് ആണുങ്ങളുമായിട്ട് വരുന്നത്. സുന്ദരന്മാർ, മിടുക്കന്മാർ അങ്ങനെയൊക്കെ പറയത്തില്ല, അത് വരുന്നത്. പിന്നെ സ്ത്രീലിംഗ ബഹുവചനമാണ് വനിതകളൊക്കെ വരുന്നത്. വനിതകൾ, മിടുക്കികൾ എന്നൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ നപുംസക ലിംഗ ബഹുവചനമാണ് വീടുകൾ, വസ്തുക്കളെയൊക്കെ വരുന്നത്. നപുംസക ലിംഗമില്ലാത്തത് നപുംസക ലിംഗ ബഹുവചനമാണ് വീടുകൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ അല്ലിംഗ ബഹുവചനം എന്താണ്? സ്ത്രീലിംഗമോ പുല്ലിംഗമോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തവയാണ് അല്ലിംഗ ബഹുവചനം. ആറ്, കള്ളൊക്കെ വരുന്നതാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് വരുന്നത്? ആണും വരും, പെണ്ണും വരും. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ലിംഗമില്ല. ക്ലിയർ അല്ലേ? പിന്നെ മിടുക്കർ എന്ന് പറയുമ്പോൾ അതിനകത്തില്ല. പക്ഷേ മിടുക്കി എന്ന് പറയുവാണെങ്കിൽ എന്താണ്? സ്ത്രീലിംഗ ബഹുവചനവും. മിടുക്കന്മാരെന്ന് പറയുമ്പോൾ എന്താണ്? പുല്ലിംഗ ബഹുവചനവും കേട്ടോ. അതോർത്ത് തന്നെ ഉദ്യോഗാർത്ഥികൾ, മിടുക്കർ ലിംഗം ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാതെയാണ് അല്ലിംഗ ബഹുവചനം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും. പിന്നെ പൂജക ബഹുവചനം നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നവയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഗുരുക്കൾ, അവറുകൾ, സ്വാമികൾ, പത്രാധിപർ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ, ബഹുമാനാർത്ഥം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയോടെ അർത്ഥമാക്കുന്നത് എന്താണ്? ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ചുരുക്കി പറയുക എന്നാണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്താണ്? ചുരുക്കി പറയുക എന്നാണ്. അത് ശൈലികൾ എന്ന ടോപ്പിക്കിലാണ് വരുന്നത്. നമുക്ക് കുറച്ച് ശൈലികൾ പഠിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ശൈലികളുണ്ട്. ശൈലികളൊന്ന് കുറച്ചൊക്കെ പഠിച്ചു പോവാം. മെയിനായിട്ടുള്ളത് പറയാം. ഒന്നും രണ്ടും പറയുക എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ഒന്നും രണ്ടും പറയുക എന്ന് പറയുന്നതിന് വാഗ്വാദം ചെയ്യുക എന്നാണ്. പിന്നെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും എന്ന് പറയുന്നത് വല്ലപ്പോഴുമാണ്. ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ അവനെ കാണുമെന്നൊക്കെ പറയത്തില്ലേ? അവന് നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ല, ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ടൊക്കെ അവനെ കാണുന്നതെന്നൊക്കെ പറയത്തില്ല. അപ്പോൾ വല്ലപ്പോഴും കാണുന്നതൊക്കെ എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഒറ്റയ്ക്കും തെറ്റയ്ക്കും എന്നുള്ള ശൈലിയുടെ എന്താണ്? വല്ലപ്പോഴും. പിന്നെ ഓലപ്പാമ്പ് എന്താണ്? വൃദ്ധ്യാ ഭയപ്പെടുത്തലാണ്. അത് അറിയാമല്ലോ, ഓലപ്പാമ്പ് കാട്ടി
ഭയപ്പെടുത്തേണ്ടെന്നൊക്കെ പറയത്തില്ലേ. പിന്നെ ഗളഹസ്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗളഹസ്തം ചെയ്യുക, കഴുത്തിന് പിടിച്ചു പുറത്താക്കുകയാണ് ഗളഹസ്തം ചെയ്യുക. ഗോപി തൊടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ദേശം നിഷ്ഫലമാക്കുക എന്നാണ് ഗോപി തൊടുക. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് നോക്കിയിട്ട് പോകാം. 12-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? 12-ാം മണിക്കൂർ അവസാന നിമിഷമാണ് 12-ാം മണിക്കൂർ വരുന്നത്. പിന്നെ മുയൽക്കൊമ്പ് എന്താണ്? ഇല്ലാത്ത വസ്തുവാണ്. മുയൽക്കൊമ്പ് ഇല്ലാത്ത വസ്തുവാണ്. ശതകം ചൊല്ലിക്കുക എന്താണ്? വിഷമിപ്പിക്കുക. ശതകം ചൊല്ലിക്കുക, വിഷമിപ്പിക്കുക. ചോര നീരാക്കുക എന്ന് പറഞ്ഞാൽ അതികഠിനമായി അധ്വാനിക്കുക. പിന്നെ ഭഗീരഥ പ്രയത്നം, അറിയാലോ, കഠിന പരിശ്രമം. പിന്നെ അജഗജാന്തര, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, വലിയ വ്യത്യാസം കേട്ടോ. പിന്നെ ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ചെണ്ട കൊട്ടിക്കുക, അപമാനിക്കുക എന്നാണ്. ചെണ്ട കൊട്ടിക്കുക, അപമാനിക്കുക എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. പിന്നെ ധനാശി പാടുക, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ധനാശി പാടുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവസാനിപ്പിക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. പിന്നെ എണ്ണിച്ചുട്ട അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിമിത വസ്തു. എണ്ണിച്ചുട്ട അപ്പം പരിമിത വസ്തു കേട്ടോ. ഓട്ടപ്രദർശനം നടത്തി എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓട്ടപ്രദർശനം നടത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? തിടുക്കത്തിൽ കൃത്യം നിർവഹിച്ചു എന്നാണ്. ഓട്ടപ്രദർശനം നടത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? തിടുക്കത്തിൽ കൃത്യം നിർവഹിച്ചു. പിന്നെ താഴെ പറയുന്ന ശൈലിയുടെ ശരിയായ സാഹിത്യ ശൈലി എന്നാണ് വെച്ചിരിക്കുന്നത്. അമ്പരചുംബിയായ ചെടി എന്നാണ്. അമ്പരചുംബിയായ ചെടി എന്നാണ്. പിന്നെ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ക്ലേശം വർദ്ധിപ്പിക്കുക എന്നല്ലേ? ക്ലേശം വർദ്ധിപ്പിക്കുക എന്നാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുക. ഇതൊക്കെ ജസ്റ്റ് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറെ ചുരുക്കുക എന്നാണ്. ഏറെ ചുരുക്കുക. പിന്നെ കാട് കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാട് കാട്ടുക എന്ന് പറഞ്ഞാൽ ഗോഷ്ഠികൾ കാട്ടുക എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. പിന്നെ ഭീഷ്മപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? കഠിന ശബ്ദം എന്നാണ്. ഭീഷ്മപ്രതിജ്ഞ, കഠിന ശബ്ദം. പിന്നെ ദീപാവളി കുളിക്കുക, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ദീപാവളി കുളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർവ്യായം ചെയ്ത് ദരിദ്രനാവുക. പിന്നെ സമ്പൂർണം എന്ന ശൈലിയുടെ അർത്ഥത്തിൽ എടുക്കാവുന്ന ശൈലി ഇതാണ്. സമ്പൂർണം എന്ന് പറയുന്നതിൻ്റെയാണ് അടി മുതൽ മുടി വരെ. സമ്പൂർണം, അടി മുതൽ മുടി വരെ. പിന്നെ ഹഠദീപം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോത്സാഹനം ലഭിക്കാത്ത കലാകാരന്മാരുടെ പ്രതിഭ ഹഠദീപം പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നതെന്നാണ് വരുന്നത്. പിന്നെ പതിരില്ലാതെ കതിരില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണുമെന്നാണ്. പിന്നെ ഊഴിയം നടത്തുക എന്ന് പറഞ്ഞാൽ കൃത്യബോധം കൂടാതെ വല്ലതും ചെയ്തു തീർക്കുക എന്നാണ്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ചുരുക്കി പറയുക എന്നാണ് കേട്ടോ. നമ്മൾ PSC ചോദിച്ചത് അത് തന്നെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ശ്ലോകത്തിൽ കഴിക്കുക, അത് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനിയും റിപ്പീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കി പറയുക. പിന്നെ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ടു ആഡ് ഫ്യൂവൽ ഇൻ ഫ്ലെയിം എന്നാണ്. ടു ആഡ് ഫ്യൂവൽ ഓഫ് ഫ്ലെയിം എന്നാണ്. പിന്നെ അസുരവിത്ത് എന്ന് പറയുന്നത് എന്താണ്? അസുരവിത്ത എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയില്ല അസുരയുടെയൊക്കെ. അതിൻ്റെ അർത്ഥം എന്താണ്? ദുഷ്ടസന്തതി എന്നാണ്. അസുരവിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഷ്ടസന്തതി എന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരുമാതിരിപ്പെട്ട എല്ലാ ശൈലിയും നമ്മൾ പഠിച്ചു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. പിന്നെ അടുത്ത പിഞ്ഞാണ വർണ്ണം എന്ന് പറഞ്ഞാൽ എന്നതിനെ ശരിയായി വിഗ്രഹിച്ചെഴുതുക എന്നാണ്. പിഞ്ഞാണ വർണ്ണം എന്നാണ്. അതിനെങ്ങനെയാണ്? പിഞ്ഞാണത്തിൻ്റെ വർണ്ണം എന്നാണ്. ഇത് നിങ്ങൾ ലോജിക്ക് ഒക്കെ അങ്ങ് ചെയ്താൽ മതി. പിഞ്ഞാണ വർണ്ണം, അങ്ങനെ പിഞ്ഞാണ വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? പിഞ്ഞാണം എന്ന് പറഞ്ഞാൽ പാത്രമല്ലേ? അപ്പോൾ പിഞ്ഞാണത്തിൻ്റെ വർണ്ണമല്ലേ വരുന്നത്? പിഞ്ഞാണത്തിലെ വർണ്ണം വരത്തില്ലല്ലോ. പിഞ്ഞാണം പോലുള്ള വർണ്ണം വരത്തില്ല. പിഞ്ഞാണവും വർണ്ണവും വരത്തില്ല. അപ്പോൾ പിഞ്ഞാണ വർണ്ണം എന്ന് പറയുന്നത് എന്താണ്? പിഞ്ഞാണത്തിൻ്റെ വർണ്ണമായിട്ടാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പുട്ട് ഔട്ട് അണയ്ക്കുക എന്നാണ് പറയുന്നത്. ടു എക്സ്റ്റിങ്വിഷ് അഥവാ അണയ്ക്കുക എന്നാണ് പുട്ട് ഔട്ടിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പരിഭാഷകൾ നോക്കാം. പരിഭാഷകൾ പഠിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന പരിഭാഷകൾ നമുക്ക് പഠിച്ചു നോക്കുക. മെയിനായിട്ട് വരുന്നത് ഞാൻ പറയാമേ. നേക്കിഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നഗ്ന സത്യം എന്നാണ് പറയുന്നത്. പിന്നെ ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുതലക്കണ്ണീർ. എപ്പോഴും BSc വയ്ക്കുന്നത് ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്നാണ് മുതലക്കണ്ണീർ. പിന്നെ കട്ട് ദ മസ്റ്റാർഡ്, കടുക് മുറിക്കുക എന്നാണ്. കട്ട് ദ മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയിക്കുക, കഠിനമായ പ്രവൃത്തി ചെയ്യുക എന്നൊക്കെയാണ്. കട്ട് ദ മസ്റ്റാർഡ്, വിജയിക്കുക. കോംപ്ലിമെൻറ്റ് എന്താണ്? പ്രശംസ, എല്ലാവർക്കും അറിയാം. പിന്നെ ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട കനി എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ കരിങ്കാലി എന്നാണ്. ബ്ലാക്ക് ലെഗ് കരിങ്കാലി എന്നാണ് പറഞ്ഞത്. പിന്നെ ഗോർഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊരാക്കുടുക്ക് എന്നാണ് അർത്ഥം വരുന്നത്. ഗോർഡിയൻ നോട്ട്, ഊരാക്കുടുക്ക്. പിന്നെ സോർ ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുളിക്കും മുന്തിരി. സോർ ഗ്രേപ്സ് എന്താണ്? പുളിക്കും മുന്തിരിയാണ്. പിന്നെ ഐവറി ടവർ സ്ഥിരമായിട്ട് വയ്ക്കുന്നതാണ്. ഐവറി ടവർ എന്താണ്? ദന്തഗോപുരം. പിന്നെ എ ഡൗട്ടിംഗ് തോമസ് എന്ന് പറഞ്ഞാൽ അല്പവിശ്വാസി. ഇതാണ്.
പിന്നെ കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാരിക്കേച്ചർ തൂലിക ചിത്രം എന്നാണ് വരുന്നത്. പിന്നെ വൈറ്റ് ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് ലൈ പച്ചക്കള്ളം എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ ഹെർക്കുലക്കൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം എന്നാണ് വരുന്നത്. പിന്നെ കൾപ്രിറ്റ് അറിയാലോ, കുറ്റവാളി എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ ഹാബിറ്റാറ്റ് പാർപ്പിടമാണ് വരുന്നത്. സീറോ ഹവർ എന്താണ്? ശൂന്യവേള എന്നാണ് വരുന്നത്. പിന്നെ പാസ്ഡ് എവേ എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചു പോയി എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ ജസ്റ്റ് ഇൻ ടൈം എന്താണ്? യോജിച്ച സന്ദർഭത്തിൽ. സെക്യുലറിസം എന്താണ്? മതനിരപേക്ഷത. പീപ്പിൾസ് പ്ലാനോ ജനകീയാസൂത്രണം. പാൽമിസ്ട്രി എന്താണ്? ഹസ്തരേഖാശാസ്ത്രം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? ഉത്തമ പുരുഷൻ കേട്ടോ. തേർഡ് പേഴ്സൺ പ്രഥമ പുരുഷൻ എന്നാണ്. പിന്നെ സ്റ്റാറ്റസ്കോ എന്ന് പറഞ്ഞാൽ പൂർവ്വസ്ഥിതിയാണ്. പിന്നെ ടോക്കൺ സ്ട്രിക് എന്ന് പറഞ്ഞാൽ സൂചനാ പണിമുടക്കുന്നതാണ്. പിന്നെ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭൂതോദയം എന്നാണ് പറയുന്നത്. ഫിലോളജി എന്ന് പറഞ്ഞാൽ ഭാഷ വിജ്ഞാനം എന്നാണ് വരുന്നത് കേട്ടോ. പിന്നെ ടു സ്ക്വയർ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ അസാധ്യമായതിന് പരിശ്രമിക്കുക. ടു സ്ക്വയർ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ അസാധ്യമായത് പരിശ്രമിക്കുക. പിന്നെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏതാണ്? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏതാണ്? എ ചൈൽഡ് ദാറ്റ് ക്രൈസ് വിൽ ഗെറ്റ് ദ മിൽക്ക് എന്നാണ്. പിന്നെ ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രിയ സത്യമാണ്. സ്ഥിരമായിട്ട് വയ്ക്കുന്നതാണ്. ഹോം ട്രൂത്ത് എന്താണ്? അപ്രിയ സത്യമാണ്. പിന്നെ പുതിയ ഗണത്തിൽ വെള്ളം തീരെയില്ല എന്നതിൻ്റെ ശരിയായ വിവർത്തനം എന്താണ്? പുതിയ ഗണത്തിൽ വെള്ളം തീരെയില്ല. ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ ന്യൂ വെൽ കേട്ടോ. ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ ന്യൂ വെൽ കേട്ടോ. പിന്നെ എന്താണ്? ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യം പുറത്തറിയിക്കുക എന്നാണ്. താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? യു ആർ അപ്പോയിൻറ്റഡ് ടു ദിസ് പോസ്റ്റ് എന്നാണ്. യു ആർ അപ്പോയിൻറ്റഡ് ടു ദിസ് പോസ്റ്റ് എന്നാണ്. പിന്നെ പോയറ്റിക് ട്രിനിറ്റി എന്താണ്? നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ്. കവിത്രയം എന്നാണ്. പോയറ്റിക് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ കവിത്രയം എന്നാണ്. പിന്നെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? ഗീവ് ദ സ്ലിപ്പാണ്. ഗീവ് ദ സ്ലിപ്പ്. പിന്നെ ഭരതവാക്യം സ്ഥിരമായിട്ട് PSC വയ്ക്കുന്നതാണ്. ഭരതവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനിപ്പിക്കുക. ദ എൻഡ് എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. ദ എൻഡ് കേട്ടോ. പിന്നെ നിറഞ്ഞ മടിശീലയിലേക്ക് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് പഞ്ഞമുണ്ടാകില്ല. അതിനർത്ഥം ഏതാണ് വരുന്നത്? അതില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് നമ്മുടെ ശൈലികളായിട്ട് വരുന്നത് കേട്ടോ. ശൈലിയല്ല, എന്താണ്? പരിഭാഷകളായിട്ട് വരുന്നത്, ട്രാൻസ്ലേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന ദ്രൗണി ആരാണ്? ദ്രൗണി എന്ന് പറഞ്ഞാൽ ആരാണ്? ദ്രൗണി എന്ന് പറഞ്ഞാൽ അശ്വത്ഥമാവാണ് ദ്രൗണിയായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഒറ്റപ്പദത്തിലാണ് വരുന്നത്. അശ്വത്ഥമാവ് ഒറ്റപ്പദത്തിലാണ് വരുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് ഒറ്റപ്പദങ്ങൾ പഠിച്ചിട്ട് പോകാം. ഒറ്റപ്പദങ്ങൾ പഠിച്ചിട്ട് പോകാം. ഒറ്റപ്പദം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒറ്റപ്പദം കുറച്ച് പഠിച്ചിട്ട് പോകാം. ആദ്യം ബോക്സിൽ കിടക്കുന്ന പഠിക്കാം. വിദ്യ അർദ്ധിക്കുന്നവെന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാർത്ഥി. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ എന്താണ്? ഉത്കർഷേഷു എന്നാണ് പറയുന്നത്. പിന്നെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനെ പറഞ്ഞാണ് ബുഫുക്ഷു കേട്ടോ. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനെ പറയുന്നതാണ് ബുഫുക്ഷു. കുടിക്കാൻ ആഗ്രഹിക്കുന്നതിനെ പറയുന്നതാണ് പിപ്പാസു കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC എപ്പോഴും റിപ്പീറ്റ് ചോദിക്കുന്നതാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപ്പാസു. കുടിക്കാനുള്ള ആഗ്രഹം പിപ്പാസ. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപ്പട്ടിഷു കേട്ടോ. പഠിക്കാൻ ആഗ്രഹിക്കുന്നതിനെ പറയുന്ന പേരെന്താണ്? പിപ്പട്ടിക്ഷു. അതുപോലെ തന്നെ പഠിക്കാനുള്ള ആഗ്രഹമാണ് പിപ്പട്ടിക്ഷ കേട്ടോ. പിപ്പട്ടിക്ഷ. പിന്നെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗിഷു കേട്ടോ. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗിഷു. പിന്നെ കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃഷു കേട്ടോ. ദിദൃക്ഷു എന്നാണ് വരുന്നത്. പിന്നെ മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു എന്നാണ് വരുന്നത്. പിന്നെ ധനം ആഗ്രഹിക്കുന്നവൻ ധനക്ഷു. അന്നം മാത്രം ആഗ്രഹിക്കുന്നവൻ അന്നായു. നയിക്കാൻ ആഗ്രഹിക്കുന്നവൻ നിനിഷു. വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവൻ ദിപ്സു. അറിയാനുള്ള ആഗ്രഹം പ്രീവിയസ് ആണ്, സ്ഥിരമായിട്ട് വയ്ക്കുന്നതാണ്. അറിയാനുള്ള ആഗ്രഹത്തെ പറയുന്നതാണ് ജിജ്ഞാസ കേട്ടോ. ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം. കാണാനുള്ള ആഗ്രഹമാണ് ദിദൃക്ഷ കേട്ടോ. പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ കേട്ടോ. പിന്നെ കടക്കാൻ ആഗ്രഹിക്കുന്നവനാണ് തിദൃക്ഷു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, കാണാനുള്ള ഇതൊക്കെ നമ്മൾ പറഞ്ഞാണല്ലോ. പിന്നെ എന്താണ്? ഇപ്പോൾ ദ്രോണരുടെ പുത്രൻ എന്താണ്? ദ്രൗണി. പിന്നെ ഉത്തമ മനുഷ്യൻ്റെ പുത്രൻ ഇക്ഷൻ. ദശരഥൻ്റെ പുത്രൻ ദാശരഥി. സുമിത്രയുടെ മകൻ എന്താണ്? സൗമിത്രി. വീരസേനൻ്റെ പുത്രൻ വൈരസേനി. വിനതയുടെ പുത്രൻ വൈനധേയൻ. ഭീമൻ്റെ പുത്രി എന്താണ്? ഫൈമി കേട്ടോ. പിന്നെ ജനകൻ്റെ പുത്രി എന്താണ്? ജാനകി. സത്യൻ്റെ പുത്രൻ സാത്യകി. ദ്രൗപദിയുടെ പുത്രൻ എന്താണ്? ദ്രൗപദേയൻ. പിന്നെ ദ്രുപ്തൻ്റെ പുത്രി എന്താണ്? ദ്രൗപദി കേട്ടോ. പിന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഭൂപക്ഷു കാര്യങ്ങളെല്ലാം പറഞ്ഞാണ്. പിന്നെ ഏതാണ് പറയാനുള്ളത്? വഞ്ചിക്കാനുള്ള ആഗ്രഹമാണ് ദിപ്സു കേട്ടോ. വേദം അഭ്യസിച്ചവനാണ് വേദികൻ. വിനയത്തോടു കൂടിയവനാണ് വിനീതൻ.
ഊർജ്ജമുള്ളവൻ ഊർജ്ജസ്വി. പിന്നെ എന്താണ് ആശ നശിച്ചവനെ പറയുന്നതാണ് ഹതാശൻ. യോഗം അഭ്യസിക്കുന്നവൻ യോഗാചാര്യൻ. പിന്നെ അതിൻ്റെ പ്രീവിയസ് കൂടെ നോക്കിയിട്ട് പോകാം. കണ്ണ് കാണാത്തവൻ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദം എന്നാണ്. കണ്ണ് കാണാത്തവൻ അന്ധൻ, എല്ലാവർക്കും അറിയാവുന്ന കണ്ണ് കാണാത്തവൻ അന്ധനാണ്. പിന്നെ സുമിത്രയുടെ പുത്രൻ എന്താണ് പറയുന്നത്? സുമിത്രയുടെ പുത്രൻ നമ്മൾ പഠിച്ചാണ് സൗമിത്രി. സുമിത്രയുടെ പുത്രൻ എന്താണ്? സൗമിത്രി. വീരസേനൻ്റെ പുത്രനോ? വൈരസേനി കേട്ടോ. വീരസേനൻ്റെ പുത്രൻ വൈരസേനി കേട്ടോ. ഇപ്പോൾ ഇത് പഠിച്ചു പോണേ. സുമിത്രയുടെ പുത്രൻ ആരാണ്? സൗമിത്രി. വീരസേനൻ്റെ പുത്രൻ ആരാണ്? വൈരസേനി കേട്ടോ. ഋഷിയെ സംബന്ധിച്ച് എന്നതിൻ്റെ ഒറ്റപ്പദം, ഋഷിയെ സംബന്ധിച്ച് എന്നതിൻ്റെ ഒറ്റപ്പദം ആർഷമാണ്. ഋഷിയെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ആർഷം എന്നാണ് ഒറ്റപ്പദം വരുന്നത്. പിന്നെ കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? കാൽമുട്ട് വരെ കൈയുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ആജാനബാഹു എന്നാണ്. ആജാനബാഹു. പകൽ വന്നു പോയി, രാത്രി വന്ന പോയി, അവൾ ഉറങ്ങിയില്ല. ഒറ്റപ്പദമാക്കും എങ്ങനെയാണ്? പകൽ വന്നു പോയി. അപ്പോൾ അതിന് ഒറ്റപ്പദമാക്കും എങ്ങനെയാണ്? പകലും രാത്രിയും വന്നു പോയിട്ടും അവൾ ഉറങ്ങിയില്ല എന്നാണ് പിന്നെ വരുന്നത്. ദൗഹുത്രി അർത്ഥം എന്താണ്? ദൗഹുത്രിയുടെ അർത്ഥം എന്താണ്? മകൾ എന്നാണ്. മകളുടെ മകൾ എന്നാണ് ദൗഹുത്രി വരുന്നത് കേട്ടോ. നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? അപ്പോൾ പിരിച്ചെഴുത്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ചിന്മുദ്ര, ചിത് പ്ലസ് മുദ്ര എന്നാണ് ചിന്മുദ്ര വരുന്നത്. കുറച്ച് പിരിച്ചെഴുത്തുകൾ നമുക്ക് നോക്കിയിട്ട് പോവാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ അതി പ്ലസ് അന്തമാണ്. അത്യന്തം വരുന്നത്. അത്യന്തം എങ്ങനെയാണ്? അതി പ്ലസ് അന്തമാണ് വരുന്നത്. പിന്നെ പിരിച്ചെഴുത്ത് പ്രതിദിന അനുഭവമായി മായാരാധികയുടെ പ്രേമോപഹാരം എന്നതിന് പിരിച്ചെഴുതുമ്പോൾ പ്രതി പ്ലസ് ദിനം അനുഭവം പ്ലസ് ഈ ആരാധികയുടെ പ്ലസ് പ്രേമ ഉപഹാരം. ഇതൊക്കെ ടഫായി കഴിഞ്ഞാൽ ഇതുപോലൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കാവ്യോപകരണത്തിന് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? കാവ്യ പ്ലസ് ഉപകരണമാണ്. കാവ്യ പ്ലസ് ഉപകരണമാണ് കേട്ടോ. പിന്നെ വിദ്യുത് ശക്തി പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? വിദ്യുത് കേട്ടോ. വിദ്യുത് പ്ലസ് ശക്തിയാണ് കേട്ടോ. വിദ്യുത് ശക്തി എങ്ങനെയാണ്? വിദ്യുത് പ്ലസ് ശക്തിയാണ് വരുന്നത്. പിന്നെ ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയുണ്ട്? ധനം പ്ലസ് ഇല്ലാണ് കേട്ടോ. ധനം പ്ലസ് ഇല്ലാണ് ധനത്തിൽ വരുന്നത് കേട്ടോ. പണത്തിൽ നിന്ന് വരുമ്പോൾ എന്താണ്? പണം പ്ലസ് ഇല്ലാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എന്ന് തിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ന് പറയുമ്പോൾ നിൻ പ്ലസ് കള്ളാണ്. നിങ്ങൾ എന്ന് പറയുന്നത് നിൻ പ്ലസ് കള്ളാണ്. അതുപോലെ തന്നെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ജനം പ്ലസ് കള്ളാണ് വരുന്നത് കേട്ടോ. പിന്നെ മഹാചരിതം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? മഹത് പ്ലസ് ചരിതമാണ്. പിന്നെ സച്ചരിതം എന്ന് പറയുമ്പോൾ എന്താണ്? സത്ത് പ്ലസ് ചരിതമാണ് കേട്ടോ വരുന്നത്. പിന്നെ അഹർ വൃത്തി എന്ന് പറയുന്നതാണ് അഹസ് പ്ലസ് വൃത്തിയാണ് വരുന്നത്. പിന്നെ അതിനോട് നോട്ട് ചെയ്തു ആയുർബലം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? ആയുസ് പ്ലസ് ബലമാണ് വരുന്നത് കേട്ടോ. പിന്നെ ശാസ്ത്രജ്ഞൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതുക? ശാസ്ത്രം പ്ലസ് ഞാൻ ആണ് വരുന്നത് കേട്ടോ. പിന്നെ വിണ്ടലം സ്ഥിരമായിട്ട് PSC വയ്ക്കുന്നതാണ്. വിണ്ടലം പിരിച്ചെഴുതിയ എങ്ങനെയാണ് വരുന്നത്? വിണ്ടലം പിരിച്ചെഴുതിയ വിൺ പ്ലസ് തലമാണ്. വിൺ പ്ലസ് തലമാണ് വിണ്ടലം. പിന്നെ ചട്ടപ്പടി എന്ന പദം തിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? ചട്ട പ്ലസ് പടിയാണ് ചട്ടപ്പടി തിരിച്ചെഴുതുമ്പോൾ. പിന്നെ ക്രോധമല്ലോ നീച ധർമ്മക്ഷയകരം എന്നുള്ള അത് നോക്കണ്ട. പിന്നെ കണ്ണീർ പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? കണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയ സ്ഥിരമായിട്ട് PSC വയ്ക്കുന്നതാണ്. കൺ പ്ലസ് നീരാണ് കണ്ണീര് വരുന്നത് കേട്ടോ. പിന്നെ ആയുസ് വേദം എന്നീ പദങ്ങൾ ചേരുമ്പോഴുണ്ടാകുന്നതാണ് ആയുസ് വേദം. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാണ് ആയുർവേദം. ഓപ്ഷൻ ഡി ആയുർവേദം. ഹൃദ് പ്ലസ് വികാരം തിരിച്ചെഴുതുമ്പോഴോ? ഹൃദ്വികാരം കേട്ടോ. ഹൃദ്വികാരമാണ് വരുന്നത്. പിന്നെ ആ പ്ലസ് അള്ള് വരുമ്പോൾ എങ്ങനെയാണ്? അവൾ എന്നാണ് വരുന്നത്. ആ പ്ലസ് അവൾ എന്നാണ്. പിന്നെ ആനഭ്രാന്ത് തിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? ചേർക്കുമ്പോൾ എങ്ങനെയാണ്? ആനഭ്രാന്ത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കണ്ണീർ എങ്ങനെയാണ്? കൺ പ്ലസ് നീര് പറഞ്ഞാണ്. നന്മ എങ്ങനെയാണ് വരുന്നത്? നൽ പ്ലസ് മായാണ് നന്മ വരുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണേ, പരീക്ഷയ്ക്ക് വയ്ക്കുകയെ. മനസാക്ഷി എങ്ങനെയാണ് പിരിച്ചെഴുതുമ്പോൾ വരുന്നത്? മനം കേട്ടോ. മന പ്ലസ് സാക്ഷിയാണ് കേട്ടോ. അത്യന്തം എങ്ങനെയാണ്? അതി പ്ലസ് അന്തമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയിട്ടുണ്ട്. അടുത്തത് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാണ് കേരള പാണിനി എന്ന് അറിയപ്പെടുന്ന ആരാണ്? AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. അപ്പോൾ തൂലികാ നാമങ്ങൾ അതുപോലെ തന്നെ വിശേഷണങ്ങൾ എന്നിവയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും പഠിച്ചു പോകും. തൂലികാ നാമങ്ങളും സാഹിത്യകാരന്മാരും. G എന്നറിയപ്പെടുന്ന ആരാണ്? G ശങ്കരക്കുറുപ്പിനെയാണ്. അറിയാമല്ലോ. കോവിലൻ ആരാണ്? VV അയ്യപ്പനെയാണ് കോവിലൻ എന്നറിയപ്പെടുന്നത്. ചെറുകാട് മലങ്കാടൻ ആരാണ്? C ഗോവിന്ദ പിഷാരടി. കാക്കനാടൻ ആരാണ്? ജോർജ് വർഗീസ് ആണ്.
തിക്കൊടിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിക്കൊടിയൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. തിക്കൊടിയൻ ആരാണ്? പി കുഞ്ഞനന്ദൻ നായർ. തിക്കൊടിയൻ പി കുഞ്ഞനന്ദൻ നായർ. നന്ദനാർ പി സി ഗോപാലൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്ദനാർ പി സി ഗോപാലൻ. പാറപ്പുറത്ത് ആരാണ്? കെ ഇ മത്തായി ആണ് പാറപ്പുറത്ത്. വിലാസിനി എം കെ മേനോൻ. വിലാസിനി എം കെ മേനോൻ. ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണനാണ്. ഉറൂബ് ആരാണ്? പി സി കുട്ടിക്കൃഷ്ണൻ. കടമിനിട്ട രാമകൃഷ്ണൻ ഓർത്തു വെക്കാലോ. സഞ്ജയൻ എം ആർ നായരാണ്. സഞ്ജയൻ എം ആർ നായരാണ്. പിന്നെ പവനൻ പി വി നാരായണൻ നായരാണ് പവനൻ വരുന്നത്. ഒളപ്പമണ്ണ വരുന്നത് സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാട്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി, അത് ഓർത്ത് നോക്കാം. എം എൻ പാലൂര് വരുന്നത് മാധവൻ നമ്പൂതിരിയാണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള പ്രേംജി ആരാണ്? എം പി ഭട്ടതിരിപ്പാടാണ് പ്രേംജി വരുന്നത്. സുമിത്ര ആരാണ്? മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് സുമിത്ര വരുന്നത് കേട്ടോ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. വൈശാഖൻ ആരാണ്? എം കെ ഗോപിനാഥൻ നായരാണ്. വി കെ എൻ ആരാണ്? വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായരാണ്. ആക്ഷാ മേനോൻ ആരാണ്? ശ്രീകുമാർ. ആനന്ദ് ആരാണ്? സ്ഥിരമായിട്ട് വയ്ക്കുന്നതാണ്. ആനന്ദ് ആരാണ്? പി സച്ചിദാനന്ദൻ. ഏകലവ്യൻ ആരാണ്? കെ എം മാത്യു. പി ആരാണ്? പി കുഞ്ഞിരാമൻ നായരുടെ തൂലികനാമമാണ് പി കേട്ടോ. പിന്നെ ഇടമറുക് ആരാണ്? ഇടമറുക് ടി സി ജോസഫാണ്. ഇടമറുക്. കാനം ഇ ജെ ഫിലിപ്പാണ്. പിന്നെ പാല ആരാണ്? പാല നാരായണൻ നായർ. ആ പേര് വെക്കുമ്പോഴേ പാല നാരായണൻ നായർ. എം ആർ ബി ആരാണ്? എം രാമൻ ഭട്ടതിരിപ്പാട് കേട്ടോ. പിന്നെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. എടപ്പള്ളി എന്ന് പറഞ്ഞാൽ രാഘവൻ പിള്ളയാണ്. പിന്നെ പ്രഫ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തൂലികനാമമാണ് പ്രഫ കേട്ടോ. പിന്നെ അപരനാമങ്ങളും വിശേഷങ്ങളും ഇതിനകത്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കേരള ചോസർ ആരാണ്? ചിരാമകവയാണ്. കേരള സ്പെൻസർ ആരാണ്? രാമപണിക്കരാണ്. കേരള സൂർദാസ് ആരാണ്? പൂന്താനൻ നമ്പൂതിരിയാണ്. കേരള ഹെമ്മിങ് വേ ആരാണ്? എം ടി വാസുദേവൻ നായരാണ്. കേരള മൊപ്പസാങ് ആരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. കേരള ഇബ്സൺ ആരാണ്? എൻ കൃഷ്ണപിള്ളയാണ്. കേരള സ്കോട്ട് ആരാണ്? സി വി രാമൻപിള്ളയാണ്. കേരള ടാഗോർ ആരാണ്? ടാഗോർ വള്ളത്തോളാണ്. കേരള വാത്മീകിയും കേരള ടാഗോറും വള്ളത്തോളാണ് കേട്ടോ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള കാളിദാസൻ ആരാണ്? കേരള വർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള തുളസീദാസൻ ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. കേരള പാണിനി എ ആർ രാജരാജവർമ്മ. കേരള ജോൺ ഗുദ്ദർ എന്നറിയപ്പെടുന്ന എസ് കെ പൊറ്റക്കാടാണ്. കേരള സൈഗാൾ എന്നറിയപ്പെടുന്ന ആരാണ്? പരമേശ്വരൻ നായരാണ് കേട്ടോ. പിന്നെ കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്ന വടക്കൂർ രാജരാജവർമ്മയും. കേരള ലിങ്കൺ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ. പിന്നെ അതിനകത്ത് മെയിനായിട്ടുള്ളത് നോക്കാം നമുക്ക്. വിപ്ലവകവി ആരാണ്? വയലാർ രാമവർമ്മയാണ് വിപ്ലവകവി വരുന്നത്. പിന്നെ കേരള നെരൂദി ആരാണ്? കെ സച്ചിദാനന്ദനാണ്. കേരള ഓർഫ്യൂസ് ചങ്കമ്പുഴയാണ് വരുന്നത്. പിന്നെ ശബ്ദസുന്ദരൻ ആരാണ്? വള്ളത്തോളാണ്. പണ്ഡിതനായ കവിയും ശബ്ദസുന്ദരനും ഒക്കെ വള്ളത്തോളാണ് വരുന്നത്. ആശയഗംഭീരൻ കുമാരനാശാനാണ്. ശബ്ദദാണ്ഡ്യൻ ഉള്ളൂരാണ് കേട്ടോ. പിന്നെ വെൺമണി പ്രസ്ഥാനത്തിൻ്റെ അനന്തരാവകാശി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ് കേട്ടോ. നിളയുടെ കവി ആരാണ്? പി കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കഥാകാരൻ ആരാണ്? എം ടി വാസുദേവൻ നായരാണ്. സരസകവി ആരാണ്? മൂലൂർ പത്മനാഭ പണിക്കരാണ്. ശക്തിയുടെ കവി ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. മാതൃത്വത്തിൻ്റെ കവിയത്രി ആരാണ്? ബാലാമണിയമ്മ. മൃത്യുബോധത്തിൻ്റെ കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പ് കേട്ടോ. പിന്നെ മലയാളത്തിലെ മിസിസ് കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. കറുത്ത ചിരിയുടെ കവി ആരാണ്? അയ്യപ്പ പണിക്കർ. മുസ്ലിം കാളിദാസൻ ആരാണ്? കാളിദാസൻ മോയിൻകുട്ടി വൈദ്യരാണ്. പിന്നെ ക്രൈസ്തവ കാളിദാസൻ ആരാണ്? കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ആൾക്കാർ. കേരളപാണി നമ്മൾ പറഞ്ഞല്ലോ, കെ എ ആർ രാജരാജവർമ്മയാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? അക്ഷരത്തെറ്റുള്ള വാക്കേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് വിശ്വസ്തനാണ് തെറ്റായിട്ടുള്ള വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ്. അത് ഒറ്റപ്പദത്തിലാണ് വരുന്നത്, പദശുദ്ധിയിലാണ് വരുന്നത്. പദശുദ്ധി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ LDC തിരുവനന്തപുരമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റിവിഷൻ ക്ലാസ് ആയിട്ട് വരുന്നത്. ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. എന്തായാലും അവസാനം വരെ കണ്ട കൂട്ടുകാർക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ ഇതിനു മുമ്പേ നമ്മളൊരു മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ് ചെയ്തിരുന്നു. അതുകൂടെ ഒന്ന് മാക്സിമം കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ചുകൂടെ എല്ലാം ക്ലിയർ ആയിട്ട് പരീക്ഷയ്ക്ക് ഒരു 10 മിനിമം ഒരു 8 മാർക്ക് ഞാൻ ഓഫർ ചെയ്യുന്നു. ഈ ഒരു ക്ലാസ്സും ഇതിനു മുമ്പേ നമ്മൾ റിവിഷൻ ക്ലാസ് കണ്ടില്ലേ ചെയ്തിട്ടുണ്ട് മലയാളത്തിന്, അതുകൂടെ ഒന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക. ആ ക്ലാസ് മിഷൻ LDC 2024 പ്ലേലിസ്റ്റിലുണ്ട്, അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാം. അതുകൂടെ കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആവും. മലയാളത്തിൽ നിന്നൊരു 10 8 മാർക്ക് ഷുവറായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള രീതിയിലാണ് നമ്മൾ റിവിഷൻ ക്ലാസ് ആദ്യത്തേതായാലും രണ്ടാമത്തേതായാലും ചെയ്തിരിക്കുന്നത്. വളരെയധികം പ്രയോജനപ്പെടാവുന്ന രീതിയിലാണ്. അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ. ചാനൽ വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ
അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മറ്റു കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താണ് ചെയ്യേണ്ടത്, പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനോട് മറക്കല്ല. പിന്നെ നമ്മുടെ ക്ലാസ് ഇത്രയും നേരം കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.